ഹലോ, നമസ്കാരം. കൂട്ടിലടച്ച തത്തയാണ് CBI എന്ന് മുമ്പൊരിക്കൽ വിശേഷിപ്പിച്ചത് സുപ്രീം കോടതിയാണ്. ആ വാക്കുകൾ ഇന്നും പ്രതിധ്വനിക്കുകയാണ്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ തുടങ്ങി എല്ലാ പ്രതികളെയും ഡൽഹി റൌസ് അവന്യൂ കോടതി കുറ്റവിമുക്തരാക്കിയത് ഇന്നാണ്. പ്രതിപ്പട്ടികയിലുണ്ടായിരുന്നവർക്ക് ആശ്വാസം എന്നൊക്കെ നമുക്ക് മേമ്പൊടിക്ക് പറയാം. പക്ഷേ അവർ അനുഭവിച്ച പീഡനങ്ങൾ എത്ര! അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നത് 6 മാസം, മനീഷ് സിസോദിയ ജയിലിൽ കിടന്നത് 2 വർഷത്തോളം. അഴിമതിക്കാരെന്ന മോശം പ്രതിച്ഛായയോടെ ആം ആദ്മി പാർട്ടിയെ രാജ്യ തലസ്ഥാന ഭരണത്തിൽ നിന്ന് ജനങ്ങൾ വലിച്ചെറിയുന്നതിലേക്കെത്തി കാര്യങ്ങൾ. ഒടുവിലിതാ അവർ നിരപരാധികൾ എന്ന വിധി വരുന്നു. നഷ്ടപ്പെട്ട അധികാരം പിന്നീട് വീണ്ടെടുക്കാനായേക്കാം, അത് ജനം നിശ്ചയിക്കേണ്ട കാര്യമാണ്. പക്ഷേ ജയിൽവാസവും അന്നത്തെ ആരോപണങ്ങളും അത്ര വേഗം മായ്ച്ചു കളയാൻ കഴിയില്ല. കേന്ദ്ര ഏജൻസികളെ അധികാരസ്ഥാനത്തുള്ളവർ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണം ഇതോടെ ശക്തമായിട്ടുണ്ട്. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം വിയോജിക്കാനുള്ള അവകാശം കൂടിയാണ്. അധികാരത്തിലുള്ളവരുടെ ശബ്ദം മാത്രമല്ല, പ്രതിപക്ഷ ശബ്ദവും ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. പകപോക്കലാകാതിരിക്കട്ടെ രാഷ്ട്രീയം. ഞാൻ ബി ദിലീപ് കുമാർ, പൊതുജനം കഴുതയല്ല സാർ. പുതിയൊരധ്യായത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. അഴിമതിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് രാഷ്ട്രീയ പ്രവേശനം നടത്തിയ അരവിന്ദ് കെജ്രിവാളിനെ വീഴ്ത്തിയതും അഴിമതി ആരോപണമായിരുന്നു. ഡൽഹിയുടെ ഭരണം കയ്യിൽ നിന്ന് പോയത് മാത്രമല്ല, ആം ആദ്മി പാർട്ടിയുടെ കുതിപ്പിനും വേഗം കുറഞ്ഞു. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടിക്ക് അടിപതറി. ഒടുവിലിതാ ഒരു തെളിവുമില്ലെന്ന് പറഞ്ഞ് കേജ്രിവാളും മനീഷ് സിസോദിയയും ഉൾപ്പെടെ 23 പേരെ മദ്യനയ അഴിമതി കേസിൽ ഡൽഹി റൌസ് അവന്യൂ കോടതി കുറ്റവിമുക്തരാക്കി. ഡൽഹിയുടെ ഭരണം അട്ടിമറിക്കാനുള്ള കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് ബലം പകരുന്നതാണ് ഈ കോടതി വിധി. കാണാം ന്യൂസ് ഡെസ്കിൽ നിന്ന് സരുണേ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. हम हमेशा कहते थे सत्य की जीत होती है कि केजरीवाल कट्टर ईमानदार है, मनीष सिसोदिया कट्टर ईमानदार है, आम आदमी पार्टी कट्टर ईमानदार है. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നത് 156 നാൾ, മനീഷ് സിസോദിയ 530 ദിവസം. അഴിമതിക്കായാണ് മദ്യനയമെന്ന CBI വാദം തള്ളിയാണ് 23 പേരെയും കോടതി വെറുതെ വിട്ടത്. കുറ്റകരമായ ഗൂഢാലോചന തെളിയിക്കാനായില്ല. സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുക്കാനാകില്ലെന്നും റോസ് അവന്യൂ കോടതി വ്യക്തമാക്കി. അന്വേഷണം നടത്തിയ CBI ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശയുണ്ട്. അപ്പോൾ എന്തിനായിരുന്നു 2024 മാർച്ച് 21 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്? मोदी जी ने और अमित शाह जी ने मिलके आजाद भारत का सबसे बड़ा राजनीतिक षड्यंत्र रचा. आम आदमी पार्टी को खत्म करने के लिए आम आदमी पार्टी के सबसे बड़े 5 नेताओं को जेल में डाल दिया गया. EDയെയും CBIയെയും കേന്ദ്രം ആയുധമാക്കിയെന്ന് ഇന്നും അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. ഇക്കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട നാളുകളിൽ തന്നെ ചില സംശയങ്ങൾ ബാക്കിയായിരുന്നു. 4ാമത്തെ കുറ്റപത്രത്തിലാണ് കെജ്രിവാളിന്റെ പേരുൾപ്പെട്ടത്. എന്തായിരുന്നു തെളിവ്? സാക്ഷിമൊഴി മാത്രം. ആരാണ് സാക്ഷി? രാഘവ റെഡ്ഡി. കേസിൽ അറസ്റ്റിലായ രാഘവ റെഡ്ഡിയെ മൊഴി നൽകിയ ശേഷം കേസിൽ സാക്ഷിയാക്കി. പിന്നാലെ രാഘവ റെഡ്ഡിയുടെ പിതാവ് മകുന്ദ ശ്രീനിവാസുലു റെഡ്ഡി ആന്ധ്രാപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി. TDP ടിക്കറ്റിൽ മത്സരിച്ചാണ് മകുന്ദ റെഡ്ഡിയുടെ ജയം. 100 കോടി രൂപ കൈക്കൂലി വാങ്ങിയതിന് ചെറിയ തെളിവെങ്കിലും പുറത്തുവിടാൻ കെജ്രിവാൾ വെല്ലുവിളിച്ചെങ്കിലും ഒന്നും പുറത്തു വന്നില്ല. തനിക്കെതിരെ തെളിവില്ലെന്ന കെജ്രിവാളിന്റെ വാദം കോടതി ഒടുവിൽ ശരിവച്ചു. ഇനി മറ്റൊരു കഥയിലേക്കാണ്. മോദി സർക്കാർ അധികാരത്തിലേറിയ 2014 ശേഷമുള്ള കഥയിലേക്ക്. 2014 ശേഷമുള്ള 10 വർഷത്തിനിടെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന പ്രതിപക്ഷത്തെ 25 പ്രമുഖ നേതാക്കളാണ് BJPയിലെത്തിയത്. 10 പേർ കോൺഗ്രസിൽ നിന്ന്, NCP ശിവസേന പാർട്ടികളിൽ നിന്ന് 8 പേർ, തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് 3 പേർ. ദി ഇന്ത്യൻ എക്സ്പ്രസ് പത്രം പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് ഈ നേതാക്കളിൽ 3 പേർക്കെതിരെയുള്ള കേസുകൾ ഇല്ലാതായി. ബാക്കിയുള്ളവർക്കെതിരെയുള്ള അന്വേഷണം നിലച്ചു.
NCPയുടെയും ശിവസേനയുടെയും പിളർപ്പിന് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ കാരണമായെന്നാണ് വിലയിരുത്തൽ. പിന്നാലെ മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ സഖ്യത്തിന് ഭരണവും നഷ്ടമായി. ഡൽഹിയിലും ഇതുതന്നെയാണ് BJP ലക്ഷ്യമിട്ടതെന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണം. ആം ആദ്മി പാർട്ടി പിളർപ്പിന്റെ വക്കിലെത്തി. ചില നേതാക്കൾ BJPയിലെത്തി. എന്നാൽ പിളർന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തോറ്റു. हमें पूरा विश्वास है कि झूठ हारेगा और दोषी को सजा मिलेगी. भ्रष्टाचारी अरविंद केजरीवाल का सत्य सारी दिल्ली को पता है. കുറ്റവിമുക്തരാക്കിയ വിധിയിൽ BJP പ്രതികരണം ദുർബലമാണ്. ഉത്തരവ് സാങ്കേതിക പിഴവെന്ന് പറഞ്ഞ് നേതാക്കൾ ഒഴിഞ്ഞു. എന്നാൽ കോൺഗ്രസ് ആരോപണവുമായി എത്തി. ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള കേസുകൾ അപ്രത്യക്ഷമാകുന്നതിന് പിന്നിൽ BJPയുടെ ഒത്തുകളിയെന്ന പ്രതികരണം. കുറ്റവിമുക്തരാക്കിയതോടെ കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും വൻ കുതിപ്പ് നടത്തുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്താൻ BJPയെ വെല്ലുവിളിച്ച് കെജ്രിവാൾ വീണ്ടും പോരിന് വെല്ലുവിളിച്ചിട്ടുണ്ട്. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട്. എബ്രഹാം തോമസ് പറയുന്നു, എവിടെ രാഷ്ട്രീയമുണ്ടോ അവിടെ അഴിമതിയുണ്ട് എന്ന്. പൂർണ്ണമായും അത് ശരിയല്ല. സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമൊക്കെയായ നിരവധി രാഷ്ട്രീയ നേതാക്കൾ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തെ പൂർണ്ണമായും അങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. മറ്റ് നിരവധി പ്രേക്ഷകരും ഈ നിലയിലുള്ള പ്രതികരണങ്ങൾ, നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത് എന്ന കാര്യം ചിലർ വനജ PR പോലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മോഹനൻ പിലാത്തറ പറയുന്നു, ഏത് കേസിലും ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ നിരപരാധി എന്ന് തെളിഞ്ഞാൽ ആരെയാണ് പകരം ശിക്ഷിക്കുക എന്ന കാര്യം. ഈ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. പൊതുജനം കഴുതയല്ല സർ പോകുന്നത് മറ്റൊരു വിശേഷത്തിലേക്കാണ്. ഇനി ഒരു മലയോര ഗ്രാമത്തിനാകെ ഉപകാരപ്പെടാൻ MLA വാങ്ങി നൽകിയ ആംബുലൻസ് തുരുമ്പെടുത്ത് നശിക്കുന്നു. തിരുവനന്തപുരം കൊല്ലയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ഡ്രൈവർ ഇല്ലാത്തതിനാൽ 25 ലക്ഷത്തോളം രൂപ വില വരുന്ന ആംബുലൻസ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. റിനു ശ്രീധർ തയ്യാറാക്കിയ ആ റിപ്പോർട്ടിലേക്കാണിനി. ആനയെ വാങ്ങാം, തോട്ടി വാങ്ങാൻ പണമില്ല. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര കൊല്ലയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ഞാനുള്ളത്. ഇവിടെ എത്തുമ്പോൾ എൻ്റെ കണ്ണിലൊരു വാഹനം മുടക്കി. ശ്രീ CK ഹരീന്ദ്രൻ MLAയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് 2020-21 വർഷത്തിൽ വാങ്ങിയ ആംബുലൻസ്. മഴയും വെയിലും കൊണ്ട് ഉപയോഗശൂന്യമായ നിലയിൽ ഈ ആശുപത്രിക്ക് മുന്നിൽ ഈ വാഹനം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. MLA ഫണ്ടിൽ നിന്ന് ഏകദേശം 25 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ആംബുലൻസ് ഈ ആശുപത്രിക്ക് വേണ്ടി വാങ്ങിയത്. പക്ഷേ ഈ ആംബുലൻസ് ഓടിക്കാൻ ഡ്രൈവറില്ല. ഡ്രൈവറെ നിയമിച്ചാലോ നൽകാൻ പണവുമില്ല. ഇതാണ് ആംബുലൻസ് ഇങ്ങനെ കിടക്കാനുള്ള കാരണം. ഇതിപ്പോൾ 6 മാസമായി ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. 18 വാർഡിനും കൂടെ ചേർന്നിട്ടാണ് MLA ഒരു ഇത്തരത്തിലൊരു ആംബുലൻസ് ഇവിടെ അനുവദിച്ചത്. അപ്പോൾ അതിനെ പ്രവർത്തിക്കാനായിട്ട് ഇവിടുത്തെ സംവിധാനങ്ങൾ, അതായത് HMC ആണ്, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് ഇതിനൊക്കെ ഫണ്ട് കണ്ടെത്തേണ്ടത്. അപ്പോൾ അവർക്ക് ഫണ്ടില്ലാത്ത കാരണം, ഡ്രൈവർമാർക്ക് ശമ്പളം കൊടുക്കാനില്ലാത്തുള്ള കാരണം കൊണ്ടാണ് ഇതിവിടെ ഒതുക്കിയിട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് ഈ ആംബുലൻസ് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിക്കേണ്ടത്. പക്ഷേ അവരുടെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ് HMC പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് ഇടപെടണം. പഞ്ചായത്താകട്ടെ ഉണർന്ന് പ്രവർത്തിക്കുന്നതുമില്ല. 100% പഞ്ചായത്താണ് ഇടപെട്ട് ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ അവിടുത്തെ ഭരണസമിതിയാണ് ഇതിൽ ഇടപെട്ട് ഈ ഫണ്ടിങ് സംവിധാനങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. പാടെ അവർ അത് ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു മട്ടം. വണ്ടി ഓടുന്നില്ല, വളരെ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. നിർബന്ധമായിട്ട് ഓടണം. പെട്ടെന്ന് അത്യാവശ്യം മെഡിക്കൽ കോളേജിലോ അങ്ങ് കൊണ്ടുപോകാനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആണ് ഈ ആംബുലൻസ്. MLA ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ വാഹനത്തിൻ്റെ നടത്തിപ്പ് അവകാശം ഗ്രാമപഞ്ചായത്തിനാണ്. തിരഞ്ഞെടുപ്പാണ് വരുന്നത്. നാട്ടുകാരുടെ നികുതിപ്പണം കൊണ്ട് വാങ്ങിയ ആംബുലൻസാണ്. അടിയന്തരമായി പഞ്ചായത്ത് ഇടപെടണം. ക്യാമറമാൻ സിറിൽ ഡി ലെസ്ലിക്കൊപ്പം റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. തീർച്ചയായും ഈ കൊല്ലയിൽ പഞ്ചായത്തിലെ ഈ വിഷയം, അവിടുത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഒരു ആംബുലൻസ് MLA വാങ്ങി നൽകി. പക്ഷേ ഇപ്പോൾ അവിടെ ഡ്രൈവർ ഇല്ലാത്ത അവസ്ഥയിൽ ഈ ആംബുലൻസ് ഉപേക്ഷിച്ചിരിക്കുകയാണ് വർഷങ്ങളായി. ഇക്കാര്യത്തിൽ കൊല്ലയിൽ ഗ്രാമപഞ്ചായത്ത് അടിയന്തിരമായി
ഇടപെടണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ എം എൽ എ വാങ്ങിക്കൊടുത്ത ആംബുലൻസാണ്, അത് ഓടിക്കുന്നുണ്ടോ എന്ന കാര്യം കൂടി അന്വേഷിക്കേണ്ടതാണ്. അങ്ങനെ ഈ ആംബുലൻസിൽ കൊണ്ടുപോകാൻ അവിടെ രോഗികൾ ഇല്ലാതിരിക്കട്ടെ, അത് നല്ല കാര്യം. പക്ഷേ എപ്പോഴെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ ഒരു വാഹനം വേണമെങ്കിൽ, അടിയന്തര ആവശ്യത്തിന് വാഹനം വേണമെന്നുണ്ടെങ്കിൽ അതിന് ഡ്രൈവർ ഉണ്ടായേ മതിയാകൂ. അല്ലാതെ അപകടമുണ്ടാകുമ്പോൾ ഡ്രൈവറെ തെരഞ്ഞു നടന്നിട്ട് കാര്യമില്ല. ആ കാര്യം കൊല്ലയിൽ പഞ്ചായത്ത് അധികൃതരും അതോടൊപ്പം തന്നെ CK ഹരീന്ദ്രൻ MLA ഒക്കെ ആ കാര്യം മനസ്സിൽ വെച്ച് തുടർന്ന് ഉണർന്ന് പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് അവരോട് അഭ്യർത്ഥിക്കാം. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. കോഴിക്കോട് ജില്ലയിലെ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളുടെ എണ്ണം എണ്ണിയാലൊടുങ്ങാത്തതാണ്. നേരത്തെ പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ച് നോട്ടീസ് പതിപ്പിച്ച കെട്ടിടങ്ങൾ പോലും ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത ദുരന്തത്തിലേക്ക് വഴിവെക്കുന്നതാണ് ഈ വലിയ അനാസ്ഥ. കാണാം ദിൽഷ തിലകൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആളെ കൊല്ലുന്ന അനങ്ങാപ്പാറ നയം. ജീവനുമേൽ പതിക്കാൻ സാധ്യതയുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ നടുവിലാണ് കോഴിക്കോട് നഗരം ഇപ്പോഴും. ഈ കെട്ടിടങ്ങളുടെ എണ്ണം എടുത്താൽ തീരില്ല. വികസന കുതിപ്പിൽ മുന്നേറുമ്പോഴും കാലപ്പഴക്കം ചെന്ന ഒട്ടനവധി കെട്ടിടങ്ങളാണ് സുരക്ഷാ ഭീഷണിയിൽ ഇവിടെ നിലനിന്നു പോകുന്നത്. ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജംഗ്ഷനു സമീപത്തുള്ള കോർപ്പറേഷൻ റെസ്റ്റ് ഹൌസ്. രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് അന്തിയുറങ്ങാൻ ചുരുങ്ങിയ ചിലവിൽ സൗകര്യം ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ സ്ഥാപിച്ച ഈ കെട്ടിടത്തിന് 6 പതിറ്റാണ്ട് പഴക്കമുണ്ട്. ഒട്ടനവധി വ്യാപാര സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നു. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉൾപ്പെടെ ഇരുനിലകളുള്ള കെട്ടിടത്തിന്റെ മിക്ക ഭാഗങ്ങളും ജീർണിച്ച നിലയിലാണ്. 2 വർഷം മുൻപ് കെട്ടിടം പുതുക്കി പണിയാൻ കോർപ്പറേഷൻ തീരുമാനിച്ചതാണെങ്കിലും തീരുമാനം ഇപ്പോഴും കടലാസിൽ തന്നെ. നിത്യേന 100 കണക്കിന് രോഗികളെത്തുന്ന മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം അൺഫിറ്റാണെന്ന നോട്ടീസ് ലഭിച്ചിട്ട് മാസം 7 കഴിഞ്ഞു. കെട്ടിടത്തിന് വിള്ളലുണ്ടെന്നും കണ്ടെത്തിയതാണ്. രോഗികളും കൂട്ടിരിപ്പുകാരും നിത്യേന എത്തുന്ന കെട്ടിടം പൊളിച്ചുമാറ്റാതെ നിലനിർത്തുന്നത് സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഇപ്പോഴും വളരെയേറെ ഭീഷണിയോട് കൂടിയിട്ടാണ് ആ കെട്ടിടം നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ആ മിഷൻ അവിടുന്ന് മാറ്റുക മാത്രമാണ് ചെയ്തത്. ആ ബിൽഡിംഗ് ഇപ്പോഴും വളരെ ഭീഷണിയായിട്ട്, പൊതുജനങ്ങൾക്ക് ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. അതിനൊരു പരിഹാരം ഉടൻ കാണണം. ഇവിടെ പ്രവർത്തിച്ചിരുന്ന എക്സ്റേ യൂണിറ്റ് മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് 7 മാസമായിരുന്നു. ഇതുവരെ അവിടുന്ന് മിഷനറികളൊക്കെ മാറ്റി എന്നല്ലാതെ അത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയോ പ്രവർത്തനം ആരംഭിക്കുകയോ ചെയ്തിട്ടില്ല. ഏതു നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് കോർപ്പറേഷൻ ചെറൂട്ടി റോഡ് കെട്ടിടം. തിരക്കേറിയ ഭാഗത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന പഴകിയ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും പൊളിഞ്ഞു വീഴുന്നുണ്ട്. കടമുറികളുടെ സീലിംഗും സൺഷെയ്ഡും അടർന്ന നിലയിലാണ്. മേൽക്കൂരയിൽ വിള്ളൽ വീണ് ചോർച്ചയുണ്ട്. അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ട് വർഷങ്ങളായി എന്ന് വ്യാപാരികൾ പറയുന്നു. നിയമാനുസൃതം കോർപ്പറേഷൻ വാടക വർധന നടത്തുന്നുമുണ്ട്. അപകട ഭീഷണി പലതവണ കോർപ്പറേഷൻ അധികൃതരെ അറിയിച്ചിട്ടും നടപടിയില്ല എന്നാണ് വ്യാപാരികളുടെ പരാതി. പല ബിൽഡിങ്ങുകളും ഇനിയുണ്ട്. അതൊക്കെ കോർപ്പറേഷന് തെരഞ്ഞെടുത്ത് എത്ര കാലബാക്കുണ്ട്, അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നത് ഏറ്റവും ഉചിതമായിട്ടാണ്. നഗരത്തിൽ 100 വർഷം വരെ പഴക്കമുള്ള കെട്ടിടങ്ങൾ രൂപമാറ്റം വരുത്തി പ്രവർത്തിക്കുന്നുണ്ട്. ഈ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ വലിയ അനാസ്ഥയാണ് കോർപ്പറേഷൻ അധികൃതർ കാണിക്കുന്നത്. ജയൻ കല്യാശ്ശേരിക്കൊപ്പം ദിൽഷ തിലകൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്. ഷിജിൽ പി ഹോങ്കോങ് പറയുന്നു, കേരളത്തിൽ എല്ലായിടത്തുമുണ്ട് പഴയ കെട്ടിടങ്ങൾ. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ്, കടൽപ്പാലം എന്നിവിടങ്ങൾ പോയാൽ കാണാം ഇടിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ. മന്ത്രിമാർ നാടകം കളിക്കാൻ ബിസിയാണല്ലോ എന്നാണ് പ്രതികരിക്കുന്നത്. നൌഷാദ് പുന്നത്തല പറയുന്നു, കോഴിക്കോട് മാത്രമല്ല പൊന്നാനിയിലും ഇതുപോലെയുള്ള നിരവധി പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങളുണ്ട്. അപകടം നടന്നാൽ മാത്രമേ അധികാരികൾ കണ്ണു തുറക്കൂ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ എന്നാണ് ചോദിക്കുന്നത്. ഓമനാകൃഷ്ണൻ പറയുന്നുണ്ട്, പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടങ്ങൾ
പണിതില്ലെങ്കിൽ ഇനിയും ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടുമെന്ന് ഈ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. പൊതുജനം കഴുതയല്ല സാർ ഇനി പോകുന്നത് ഇടവേളയിലേക്കാണ്. ഇടവേള കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകും ചെന്നൈയിലേക്ക്. ഇടവേള. പൊതുജനം കഴുതയല്ല സാർ തുടരുന്നു. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത ഉപരാഷ്ട്രപതിയുടെ ചങ്ങനാശ്ശേരിയിലെ NSS ആസ്ഥാനത്ത് സന്ദർശനവുമായി ബന്ധപ്പെട്ട ആ വിവാദത്തിൻ്റെ തുടർച്ചയാണ്. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് NSS നേതൃത്വം അനുമതി നിഷേധിച്ചു എന്നാണ് നേരത്തെ വന്ന വാർത്ത. അക്കാര്യത്തിൽ ഇപ്പോൾ NSSൻ്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. ശരിയായ രീതിയിൽ അനുമതി ചോദിച്ചിരുന്നില്ല എന്നാണ് NSS നേതൃത്വം അറിയിക്കുന്നത്. ഇന്ന് രാവിലെ ഒരു DYSP എത്തിയാണ് സന്ദർശന വിവരം അറിയിച്ചത്. കൂടിയാലോചനകൾ വേണ്ട കാര്യമായതിനാൽ അനുമതി നിഷേധിച്ചുവെന്നും വിശദീകരണമുണ്ട്. ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സൗകര്യമടക്കം അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് NSS. പുഷ്പാർച്ചനയുടെ കാര്യത്തിൽ നേരത്തെ അനുമതി തേടിയില്ല. മന്നം സമാധിയിൽ പരിശോധനകൾ നടത്താനുള്ള അനുമതിയും നൽകാനാകില്ല. വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിനില്ലെന്നും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ അറിയിച്ചിട്ടുണ്ട്. നാളെയാണ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചങ്ങനാശ്ശേരിയിലെത്തുന്നത്. SB കോളേജിൻ്റെ ശതാബ്ദിയുമായി ബന്ധപ്പെട്ടാണ് ഉപരാഷ്ട്രപതി അവിടെ എത്തുന്നത്. അക്കാര്യത്തിലുള്ള NSS നേതൃത്വത്തിൻ്റെ വിശദീകരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. ഇനി പൊതുജനം കഴുതയല്ല സാർ പോകുന്നത് ചെന്നൈയിലേക്കാണ്. ചെന്നൈ ഗ്രേറ്റർ കോർപ്പറേഷൻ പുതിയൊരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ശൗചാലയങ്ങളാണ് ഈ സംഭവം. എന്നാൽ അതിനൊപ്പം ഒരു സർപ്രൈസ് കൂടിയുണ്ട്. ശങ്കയകറ്റുന്നതിനൊപ്പം അണിഞ്ഞൊരുങ്ങാനുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ സൗജന്യമായി ഉപയോഗിക്കാനുള്ള പദ്ധതിയാണിത്. ചെന്നൈയിൽ നിന്നും മനേഷ് മൂർത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അണിഞ്ഞൊരുങ്ങാം ആശങ്കയില്ലാതെ. സൗജന്യ ശൗചാലയങ്ങൾ ചെന്നൈ നഗരത്തിൽ നിരവധിയിടങ്ങളിലുണ്ട്. നല്ല വൃത്തിയായി സംരക്ഷിച്ചു പോരുന്നവ. മാത്രമല്ല കഴിഞ്ഞ വർഷം മാത്രം 260 ശുചിമുറികൾ പുതുതായി നിർമ്മിച്ചു. ഇതിന്റെ തുടർച്ചയായാണ് പുതിയ പദ്ധതി. മേക്കപ്പ് മുറികളോടുകൂടിയ 2000 ശുചിമുറികളാണ് നിർമ്മിക്കുക. 2 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകും. ജൂൺ അവസാനത്തോടെ 1262 ഇടങ്ങളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ലഭ്യമാക്കുകയും ചെയ്യും. പദ്ധതിയെക്കുറിച്ച് പൊതുവെ മികച്ച അഭിപ്രായമാണ് ജനങ്ങൾക്ക്. നിലവിലുള്ളവ വൃത്തിയായി സംരക്ഷിക്കപ്പെടണമെന്നും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ലഭ്യമാക്കുന്നതിന് മുന്നോടിയായി സാനിറ്ററി പാഡുകളും ടിഷ്യൂ പേപ്പറുകളും ലഭ്യമാക്കണമെന്നും ആവശ്യമുണ്ട്. ഒരുപാട് പബ്ലിക് ടോയ്ലറ്റ്സിലൊക്കെ ഇപ്പോൾ അടിയന്തരമായിട്ട് വേണ്ട ടിഷ്യൂ പേപ്പറുകൾ പോലും ഇപ്പോൾ ഇല്ല. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒരുപാട് വേണ്ട സാനിറ്ററി നാപ്കിൻസ് അതൊന്നും അടിയന്തരമായിട്ട് തന്നെ ഒരുപാട് ടോയ്ലറ്റിൽ ഇല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇങ്ങനത്തെ കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നത് നല്ലതാണ്. പക്ഷേ അതേപോലെ തന്നെ അത് എല്ലായ്പ്പോഴും അവൈലബിൾ ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം, മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ ഉറപ്പുവരുത്തണം. ഒരുപാട് ക്വാളിറ്റി കുറഞ്ഞ വസ്തുക്കളൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും പലപ്പോഴും ഇൻഫെക്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ഒരു നല്ല കാര്യമാണ്. പുതിയ തലമുറയ്ക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. സാധാരണക്കാർക്ക് പ്രാപ്യമല്ലാത്ത വിലയാണ് പലതിനും. കോർപ്പറേഷൻ ഇത്തരത്തിലൊരു പദ്ധതി കൊണ്ടുവരുമ്പോൾ സാധാരണക്കാരന്റെ മക്കൾക്ക് ഏറെ ഗുണകരമാകുമെന്നും അഭിപ്രായമുണ്ട്. இப்போ அது வந்து நல்ல முயற்சி தான் அது. ஏன்னா இன்னைக்கு இப்போ இருக்கிற 2K கிட்ஸ்ன்னு சொல்கிற எல்லாருமே வந்து மேக்கப் இல்லாதவங்க இல்லை. ஸோ அது எல்லாராலையும் அஃபோர்ட் பண்ணுற ப்ரைஸ்லேயும் சில ப்ராடக்ட்ஸ் கிடையாது. அப்போது கவர்மெண்ட்லேயே அதை வந்து கொண்டு வராங்கன்னு வரும்போது யூட்டிலைஸ் பண்ணிக்கிறதுல ஒரு நல்ல விஷயந்தான். அதனால் எந்த ஒரு பாதிப்பு யாருக்கும் கிடையாது. இப்போ இருக்கிற யங்ஸ்டர்ஸ் அதை நல்லா யூட்டிலைஸ் பண்ணிக்கிட்டா அவங்களுக்கு அவங்களோட விருப்பப்படி அவங்க அந்த என்ன சொல்லுவாங்க, இதெல்லாம் நம்மளால் யூஸ் பண்ண முடியலையே, நம்மக்கிட்ட காசு இல்லை வாங்குறதுக்கு, அது ஒரு ஃபீல் இருக்கும். எல்லா பொண்ணுங்களுக்கும் உண்டு. എല്ലാർ വീട്ടിലും എല്ലാ ജനറേഷനിലും இருக்குது. ശുചിത്വ സുന്ദര നഗരമെന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് കോർപ്പറേഷന്റെ പുതിയ പദ്ധതി. വൃത്തിയുള്ള അന്തരീക്ഷം ഉറപ്പാക്കാനും സുരക്ഷിതമായി വസ്ത്രം മാറാനുമെല്ലാം പുതിയ ശുചിമുറികളിൽ സംവിധാനമുണ്ടാകും. ചെന്നൈ. പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സർ @gmail.com എന്ന മെയിൽ ID യിലും നിങ്ങൾക്ക് വാർത്തകളും വിശേഷങ്ങളും അറിയിക്കാവുന്നതാണ്.
പൊതുജനം കഴുതയല്ല സാറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 24-ന്റെ സജീവ സംവാദ പരിപാടിയായി എൻകൗണ്ടറുമായി ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നു. ഓവർ ടു ഹാഷ്മി.